അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരീനിയോസ് സിറിയായിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. ബെത്ലഹേം പട്ടണം വിശാലമായിരുന്നു. വലിയ സൗധങ്ങളും സത്രങ്ങളും പ്രൗഢമായ കടകമ്പോളങ്ങളും നിറഞ്ഞ ബെത്ലഹേം പട്ടണത്തിൽ തൻ്റെ ഭാര്യയ്ക്ക് ഒരിടം തേടി ജോസഫ് അലഞ്ഞു. അടുത്തു കണ്ട ഒരു മാളികയിൽ കയറി ജോസഫ് ചോദിച്ചു, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അവൾക്ക് പ്രസവ സമയമെടുത്തു. ഈ ഭവനത്തിൽ ഞങ്ങൾക്ക് അഭയം തരാമോ? പറ്റില്ല. ഇവിടെ എങ്ങും കണ്ടിട്ടില്ലാത്ത പരദേശികളായ നിങ്ങൾക്ക് അഭയം നൽകാൻ നിർവാഹമില്ല. ബത്ലഹേം നഗരത്തിലെ മണിമാളികകളുടെ വാതിലുകൾ എല്ലാം തന്നെ ജോസഫിനും മറിയത്തിനും മുന്നിൽ അടയ്ക്കപ്പെട്ടു. ജോസഫ് യാചനയോടെ നീട്ടിയ കൈകൾ അവർ നിഷ്കരുണം കണ്ടില്ലെന്ന് നടിച്ചു. അവസാനം ഒരു കമ്പോള വ്യാപാരിയുടെ അടുത്തെത്തി ജോസഫ് തൻ്റെ ആവശ്യം അറിയിച്ചു. അപ്പോൾ അങ്ങകലെ കാണുന്ന കാലിത്തൊഴുത്ത് ചൂണ്ടിക്കാട്ടി അയാൾ പറഞ്ഞു, പരദേശികളായ നിങ്ങൾക്ക് ഇവിടെ ആരും അഭയം തരില്ല. വേണമെങ്കിൽ ആ കാണുന്ന കാലിത്തൊഴുത്തിലേക്ക് പൊക്കോളൂ. ജോസഫും മറിയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവിടേക്ക് പോയി.
അവിടെ വെച്ച് അവൾ തൻ്റെ കടിഞ്ഞൂൽപുത്രനെ പ്രസവിച്ചു. ഇതാ, ലോകത്തിൻ്റെ രക്ഷകൻ പിറന്നിരിക്കുന്നു. ദൈവപുത്രനെ കൈകളിലെടുത്ത് ജോസഫ് ചുംബിച്ചു. മറിയം നിർവൃതിയോടെ പുഞ്ചിരിച്ചു. അവർ അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. അങ്ങകലെ കിഴക്ക് പ്രതീക്ഷയുടെ ആ നക്ഷത്രം തെളിഞ്ഞു. ആ സമയം വയലുകളിൽ ഇടയന്മാർ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെയാകെ പ്രകാശം പരന്നു. ഒരായിരം സൂര്യനുദിച്ചുയർന്ന പോലെയുള്ള ആ പ്രകാശം അവരെ ഭയപ്പെടുത്തി. പേടിച്ച് മുഖം പൊത്തിയ ആട്ടിടയന്മാർക്ക് മുന്നിൽ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. തിരക്കേറിയ ഈ ബെത്ലഹേം നഗരത്തിൽ ജനിച്ചിരിക്കുന്ന ആ ശിശുവിനെ ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയും? ബെത്ലഹേം നഗരത്തിൽ ഒരു കാലിത്തൊഴുത്തിൽ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. രക്ഷകനെ കാണുവാൻ തങ്ങൾക്ക് കിട്ടിയ അനിർവചനീയമായ ഭാഗ്യമോർത്ത് ഇടയന്മാർ കൈകൾ കൂപ്പി ദൈവത്തെ സ്തുതിച്ചു. ആട്ടിടയന്മാർ തിടുക്കത്തിൽ പുറപ്പെട്ടു രക്ഷകനെ കാണാനായി. അതേസമയം യഹൂദരുടെ രാജാവായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് ജ്ഞാനികളിൽ നിന്നറിഞ്ഞ് അസ്വസ്ഥനായ ഹെരോദേസ് രാജാവ് ശിശുവിനെ കണ്ടെത്തി അറിയിക്കാനായി ജ്ഞാനികളെ ചുമതലപ്പെടുത്തി. ശിശുവിനെ കണ്ടെത്തി വധിക്കുക എന്നതാണ് ഹെരോദേസിൻ്റെ കുടിലതന്ത്രമെന്ന് തിരിച്ചറിയാതെ ജ്ഞാനികൾ ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കാൻ ബെത്ലഹേമിലേക്ക് യാത്രയായി. കിഴക്കുദിച്ച നക്ഷത്രം വഴികാട്ടിക്കൊണ്ട് അവർക്ക് മുന്നേ നീങ്ങിക്കൊണ്ടിരുന്നു. ശിശു കിടക്കുന്ന സ്ഥലത്തിനു മുകളിൽ നക്ഷത്രം വന്നു നിന്നു. അവർ അത്യധികം സന്തോഷിച്ചു. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്ന്
ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൈവദൂതനിൽ നിന്ന് സദ്വാർത്ത അറിഞ്ഞ ആട്ടിടയന്മാർ പുൽക്കൂടിനു ചുറ്റും ശിശുവിനെ കണ്ട് കൈകൂപ്പി നിൽപ്പുണ്ടായിരുന്നു. ശിശുവിനെ കാണാനെത്തിയ രാജാക്കന്മാർക്ക് വേണ്ടി ആട്ടിടയന്മാർ പുൽക്കൂടിന് ഇരുവശത്തേക്കും മാറി നിലയുറപ്പിച്ചു. പുൽക്കൂടിനുള്ളിൽ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ രക്ഷകനായി അവതരിച്ച ശിശുവിനെയും അവൻ്റെ മാതാപിതാക്കളെയും അവർ കണ്ണിറയെ കണ്ടു. രാജാക്കന്മാർ കാഴ്ചയായി കൊണ്ടുവന്ന നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. Jesus Christ was born on Christmas Day, and man will live forevermore because of Christmas Day. Long time ago in Bethlehem, so the Holy Bible said, Mary's boy child, Jesus Christ, was born on Christmas Day.